നാട്ടുകാരുടെ സഹായത്താൽ കഴിഞ്ഞുവന്ന കാഴ്ച പരിമിതനെ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം ഏറ്റെടുത്തു. കോതമംഗലം സ്വദേശി ഗോപിനാഥനെയാണ് സ്നേഹാലയം അഭയകേന്ദ്രം ഏറ്റെടുത്തത്. ഭാര്യയുടെയും മക്കളുടെയും മരണത്തെ തുടർന്ന് അനാഥാവസ്ഥയിലാകുകയായിരുന്നു ഗോപിനാഥൻ. എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇവിടെ 5-6 വർഷങ്ങൾക്ക് മുമ്പ് ജീവിക്കാൻ ഇവിടെ വന്നു. ഇവിടുത്തെ പുരയിടത്തിലെ മൈക്കാട് പണിയെല്ലാം അയാളാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് അയാൾക്ക് ആധാർ കാർഡില്ലായിരുന്നു, റേഷൻ കാർഡില്ലായിരുന്നു, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇല്ലായിരുന്നു. ഇതില്ലാത്തത് കൊണ്ട് അയാൾക്ക് ഒരു തരത്തിലുള്ള വരുമാനവും ഇല്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. പിന്നെ ഞാൻ റവന്യൂ ഓഫീസർമാരുമായിട്ട് ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് കത്തെഴുതി. അവസാനം ആധാർ കാർഡും അതുപോലെ തന്നെ റേഷൻ കാർഡും സാമൂഹ്യ സുരക്ഷാ പെൻഷനും കിട്ടി. അങ്ങനെ അയാൾ ജീവിക്കുകയായിരുന്നു. ഈ അടുത്ത കാലത്തേക്ക് അനാരോഗ്യം വന്നു. അയാൾക്ക് ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. അയാൾക്ക് കയറിക്കിടക്കാൻ സ്ഥലമില്ല. അപ്പോൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എവിടെയെങ്കിലും അനാരോഗ്യത്തിലായ ആട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ വില്ലേജ് ഓഫീസറെയോ അതല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ നമ്മളെ കൗൺസിലറെയോ അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാനെ പോയി കാണാൻ പറഞ്ഞു. അവരെല്ലാം പോയി കണ്ടു. കണ്ടിട്ടായിട്ട് യാതൊരു തരത്തിലുള്ള സഹായവും ഉണ്ടായില്ല. അവസാനം വീണ്ടും അയാൾ എൻ്റെ അടുത്ത് ഒന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നെ എവിടെയെങ്കിലും കൊണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ പത്തനാപുരത്തുള്ള ഈ സാറിൻ്റെ സോമരാജൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ആ കേന്ദ്രത്തിൽ ബന്ധപ്പെടുകയും ഞങ്ങളെ ഒരു വൈസ് പ്രിൻസിപ്പൽ അയിത്താണ് അതിന് നേതൃത്വം നൽകിയത്. 75 വർഷങ്ങൾക്ക് മുമ്പ് കോതമംഗലത്ത് നിന്നും കൊല്ലത്തെത്തിയ ഗോപിനാഥന്റെ ജീവിതം ഇപ്പോൾ വഴിമുട്ടിയ നിലയിലാണ്. ഭാര്യയുടെയും മക്കളുടെയും മരണത്തെ തുടർന്ന് അനാഥാവസ്ഥയിലായ ഗോപിനാഥൻ മന്നം മെമ്മോറിയൽ റെസിഡൻസ് പബ്ലിക് സ്കൂളിലെയും പരിസരത്തുകാരുടെയും കാരുണ്യത്തോടെയാണ് കഴിഞ്ഞു വന്നത്. ശാരീരികമായ മറ്റ് അസുഖങ്ങൾ ഒന്നുമില്ല എങ്കിലും കാഴ്ചക്കുറവ് ഏറെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയാണ്. ഐഡന്റിറ്റി തെളിയിക്കുന്ന യാതൊരുവിധ രേഖകളും ഇല്ലാതിരുന്ന ഗോപിനാഥന് മന്നം മെമ്മോറിയൽ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിന്റെ ഡയറക്ടർ വി രാമചന്ദ്രൻ നായരുടെ ശ്രമഫലമായി വിവിധ രേഖകൾ ശരിപ്പെടുത്തി നൽകിയിരുന്നു. അനാഥനായ ഗോപിനാഥന് സ്ഥിരമായി ഒരു സുരക്ഷിത താവളമൊരുക്കുന്നതിന് പല വാതിലുകളും മുട്ടിയെങ്കിലും ഒരു സ്ഥലത്തു നിന്നും ഒരു വഴിയും തുറന്നില്ല. മന്നം മെമ്മോറിയൽ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ വൈസ് പ്രസിഡന്റ് MR അജിത് കുമാർ, ഗാന്ധിഭവൻ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രനോട് ഗോപിനാഥിന്റെ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതനുസരിച്ച് പത്തനാപുരം ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുല്ലൂർ സോമരാജന്റെ നിർദ്ദേശപ്രകാരം ഏറ്റെടുക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നു. ഗാന്ധിഭവൻ സ്നേഹാലയത്തിലേക്ക് ഇന്ന് ഏറ്റെടുക്കുന്ന ഗോപിനാഥൻ ഗോപിയാശാൻ എന്ന ഈ ഒരു മാമന് നമ്മളെ ഇന്ന് ഗാന്ധിഭവൻ സ്നേഹാലയത്തിലേക്ക് ഇന്ന് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. തീർച്ചയായിട്ടും മന്നം മെമ്മോറിയൽ സ്കൂളിൻ്റെ മാനേജർ ഗോപിനാഥൻ സാറും രാമചന്ദ്രൻ സാറ് അതോടൊപ്പം തന്നെ അജിത് സാറിൻ്റെ പിന്നെ ഇവിടുത്തെ അധ്യാപകരുടെ എല്ലാ സാന്നിധ്യത്തിൽ നമുക്കിന്ന് നമ്മളെ ഈ ഒരു ഗോപിനാഥൻ ചേർത്ത് നമ്മളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഇരവരം പോലീസ് സ്റ്റേഷൻ്റെ സബ് ഇൻസ്പെക്ടറായിട്ടുള്ള നമ്മുടെ സിദ്ദീഖുൽ അക്ബർ സാറ്, പിന്നെ പൊതുപ്രവർത്തകരായിട്ടുള്ള കൊല്ലം സുൽഫി, നഹാസ്, മുഖത്തറ സുഭാഷ് എന്നിവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഇന്ന് ഈ അദ്ദേഹത്തെ നമ്മൾ ഏറ്റെടുക്കുന്നത്. മന്നം മെമ്മോറിയൽ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ നിന്നും ഇരവിപുരം പോലീസ് സ്റ്റേഷൻ അധികാരികളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രനും PRO ഷിബു റാവുത്തറും ചേർന്ന് നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിലേക്ക് ഗോപിനാഥിനെ കൊണ്ടുപോവുകയായിരുന്നു. ചടങ്ങിൽ ഇരവിപുരം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സിദ്ദിഖുൽ അക്ബർ, കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് അയ്ത്തിൽ അൻസാർ, സാമൂഹ്യ പ്രവർത്തകരായ മുഖത്തല സുഭാഷ്, നഹാസ് കൊരണ്ടിപ്പള്ളി, MR മനോജ്, ബോസ് ജോസ് ബാബു, മന്നം മെമ്മോറിയൽ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ ഡയറക്ടർ വി രാമചന്ദ്രൻ നായർ, പ്രിൻസിപ്പൽ രാധാകൃഷ്ണൻ നായർ, വൈസ് പ്രിൻസിപ്പൽമാരായ അജിത് കുമാർ, MR, G നിഷ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം.